വയനാട് ദുരന്തം. വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ വ്യക്തിയാണ് ശ്രുതി. ശ്രുതിക്ക് റവന്യൂ വകുപ്പിൽ സർക്കാർ ജോലി കൊടുക്കുന്നു. സന്തോഷമുള്ള കാര്യമാണ്, ഒറ്റ നോട്ടത്തിൽ നോക്കിയുമ്പോൾ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ എൻ്റെ നോട്ടത്തിൽ 100,000 പേരുടെ സ്വപ്നങ്ങളും കൂടെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് സർക്കാർ ഈ ജോലി കൊടുക്കുന്നത്. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, ശ്രുതിക്ക് ജോലി കൊടുക്കുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ല. ശ്രുതി എല്ലാം നഷ്ടപ്പെട്ടു പോയ ശ്രുതി, അതുപോലെ വിവാഹം കഴിക്കാതിരുന്ന ആ പയ്യൻ പോലും മരിച്ചു. ഒറ്റയ്ക്കായിപ്പോയ ശ്രുതിക്ക് എല്ലാ സഹായം കൊടുക്കേണ്ട അത്യാവശ്യമാണ്. പക്ഷേ അതിന് സർക്കാർ ജോലി മാത്രമാണ് മാനദണ്ഡം എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മളുടെ ഓരോ വ്യക്തികളും, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ജോലിയെപ്പറ്റി ഒത്തിരി പ്രതീക്ഷകളൊക്കെ കാണും. ഒരുപക്ഷെ നമ്മുടെ പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മക്കളെപ്പറ്റി നമ്മൾക്ക് ഓർമ്മ വരും, അല്ലേ? ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ പഠിച്ച് തുടങ്ങുമ്പം തൊല്ല, അല്ലെങ്കിൽ ജനിക്കുമ്പം തൊട്ട് പറഞ്ഞു വേണം നല്ലോണം പഠിക്കുക, ഒരു സർക്കാർ ജോലി സംഘടിപ്പിക്കുക. സർക്കാർ ജോലിക്ക് എപ്പോഴും ഒരു പുതുമയുണ്ടായി. പങ്കാളിത്ത പെൻഷനൊക്കെ ആയെങ്കിലും ഇപ്പോഴും ആ ഗ്ലാമർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പല കാരണങ്ങളുണ്ട്. ഇപ്പം വിവാഹ കമ്പോളങ്ങളിൽ വരെ നമ്മൾ മാർക്കറ്റ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സർവീസ് ജോലിയുള്ളവരാണ് മാർക്കറ്റ് കൂടുതൽ. ഞാനൊരു പിതാവിനോട് ഞാൻ ചോദിച്ചു, എന്തിന് ഈ ഗവൺമെൻറ് സർവീസിലുള്ളവരെ തിരക്കി പിടിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, ചത്താലും എൻ്റെ മോള് കഷ്ടപ്പെടത്തില്ലല്ലോ. കാരണം ഭർത്താവ് ചത്തുപോയാലും അവൾക്ക് ജോലിയാവും, പെൻഷനും കിട്ടുമല്ലോ എന്ന്. അതാണ് സർക്കാർ സർവീസിൻ്റെ മഹത്വം ആയിട്ട് എല്ലാവരും കാണുന്നത്. അപ്പം ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികളെല്ലാം തന്നെ ഈ ജോലിക്ക് വേണ്ടിയുള്ള പ്രയത്നത്തിലാണ്. പലരും ഇങ്ങനെ ടെസ്റ്റ് എഴുതി അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നു. കട്ട് ഓഫ് മാർക്ക് എത്ര ആണെന്ന് വരെ, അരമാർക്ക് പോയാൽ നിന്ന് കരയുന്ന പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് റവന്യൂ വകുപ്പിൽ ശ്രുതിക്ക് ഒരു ജോലി കൊടുക്കുന്നത്. സാധാരണ നോക്കിക്കഴിയുമ്പോൾ ഒന്നുമില്ല പ്രശ്നം. പക്ഷേ ആ ഒരു ജോലിക്ക് 100,000 പേരുടെ സ്വപ്നങ്ങളാണ് തകർത്ത് കളയുന്നത് എന്നത് സർക്കാർ ഓർക്കണം എന്നുള്ളതാണ്. ശ്രുതിയുടെ കാര്യം മാത്രമല്ല, ജിഷയുടെ ചേട്ടത്തിക്കോ അനിയത്തിക്കോ കണ്ട ജോലി കൊടുത്തു, പഴയ ജിഷ കൊലക്കേസ്. ഇപ്പോഴും ആ മാതാവ് വഴിനീളെ ഏതൊക്കെയോ സാധനങ്ങൾ വിറ്റാണ് ജീവിക്കുന്നത്. ജിഷയുടെ അനിയത്തിയാണ് സഹോദരിക്ക് ജോലി കൊടുത്തതിൽ എന്ത് ഗുണമാണ് ഉണ്ടായത്? ഒരു ഗുണവും ഉണ്ടായില്ല. അതുപോലെ അർജുൻ, നമ്മുടെ മണ്ണിടിച്ചിൽ വണ്ടിയും എല്ലാം നഷ്ടപ്പെട്ടു പോയ അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു. അതും സഹകരണ ബാങ്കിലെങ്ങാണ്ടാണ് ജോലി കൊടുത്തിരിക്കുന്നത്, സഹകരണ സർവീസിലെങ്ങാണ്ടാണ് ജോലി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്നാണ് സർക്കാർ നിയമിക്കുന്നത്. സർക്കാർ നിയമിക്കുന്നതിൻ്റെ ഒരു കാരണം, അപ്പോൾ എനിക്ക് തോന്നിയത് വയനാടിൽ ശ്രുതി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രം ഉണ്ടായ അനുഭവമാണോ? അല്ല. ശ്രുതിയെപ്പോലെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒത്തിരി ആൾക്കാരുണ്ട്. അതുപോലെ അർജുൻ എന്ന് പറയുന്ന വ്യക്തി മണ്ണിടിച്ചിലിൽ നമ്മുടെ കർണാടകത്തിൽ മരിച്ചുപോയ അർജുൻ ആദ്യത്തെ സംഭവമാണോ? അല്ല. ഒത്തിരി അപകടങ്ങൾ പലയിടത്തും വെച്ച് ഉണ്ടായിട്ടുണ്ട്, പലരും മരിച്ചു പോയിട്ടുണ്ട്. അവരെയൊക്കെ സഹായിക്കാൻ ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ടോ? അവരുടെയൊക്കെ ഭാര്യമാർക്ക് ജോലി കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ജിഷ കൊലക്കേസ് ആദ്യമായിട്ടാണോ ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്നത്? അല്ലല്ലോ. പക്ഷെ അന്ന് തെരഞ്ഞെടുപ്പ് സമയമായിരുന്നു. മാധ്യമങ്ങളുടെ ശ്രദ്ധ മൊത്തം ജിഷ കൊലക്കേസിലേക്ക് കേന്ദ്രീകരിച്ച് കഴിഞ്ഞപ്പം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സർക്കാർ നടത്തിയ ഒരു പ്രകസനമായിരുന്നു അന്ന് ജിഷയുടെ അനിയത്തിക്ക് സഹോദരിക്ക് ജോലി കൊടുത്തു. പക്ഷേ എത്രയോ മരണങ്ങൾ, എത്രയോ കൊലപാതകങ്ങൾ അതിന് ശേഷവും അതിനു മുമ്പും നടന്നിട്ടുണ്ട്. അവർക്ക് ആർക്കും ജോലി കൊടുത്തിട്ടില്ല. ഇപ്പം വയനാട് ദുരന്തം നമ്മളെ ഞെട്ടിപ്പിച്ച ദുരന്തമാണ്, എല്ലാവർക്കും വിഷമമുണ്ടായ ദുരന്തമാണ്. പക്ഷേ വയനാട് ദുരന്തത്തിൽ ശ്രുതിക്ക് മാത്രമാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയത്? അല്ല, ഒത്തിരി ആൾക്കാർക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയത്. ഉറ്റവരെയും ഉടയവരെയും വീടും എല്ലാം നഷ്ടപ്പെട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്കാർക്കും ജോലി കൊടുത്തില്ല. അതുപോലെ വയനാടാണോ ആദ്യമായിട്ട് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്? അല്ല, അതിനു മുമ്പും അതിന് ശേഷവും പല ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുമുണ്ട്.
അവർക്കാർക്കും ഈ ജോലി എന്നുള്ള വാഗ്ദാനം ഗവൺമെൻറ്റുകൾ കൊടുത്തിട്ടില്ല. ഇത് കൊടുക്കാനുള്ള കാരണം എന്താണെന്നറിയാം? ഇത് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മാധ്യമ ശ്രദ്ധ ചിലരിലേക്ക് ചുരുങ്ങും. ആ മാധ്യമ ശ്രദ്ധ ചുരുങ്ങുമ്പം അങ്ങനെയുള്ളവരെ ഗവൺമെൻറ് നോക്കുന്നു. മാധ്യമങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ശ്രുതിക്ക് ജോലി കിട്ടത്തില്ല, അതുപോലെ അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കില്ല, ജിഷ കൊലക്കേസിലെ സഹോദരിക്ക് ജോലി കൊടുക്കത്തില്ല. കാര്യം മാധ്യമ ശ്രദ്ധ കിട്ടുന്നിടത്തെല്ലാം സർക്കാർ ഇടപെടുന്നുണ്ട്. എത്രയോ മാധ്യമ ശ്രദ്ധ കിട്ടാത്ത എത്രയോ സഹായിക്കേണ്ട എത്രയോ പേര് സഹായം കിട്ടാതെ അവരുടെ ജീവൻ തന്നെ കഷ്ടപ്പാടിലായിട്ടുണ്ടെന്നുള്ള ഒത്തിരി കേസ് നമുക്കറിയാം. അതാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ജിഷയുടെ സഹോദരിയോടോ അർജുനൻ്റെ ഭാര്യയോടോ. അർജുനൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒത്തിരി വീഡിയോ ചെയ്തു. നമ്മുടെ മനസ്സിലൊരു തേങ്ങലായിരുന്നു അർജുനെ കാണാതെ പോയത്. അവരുടെ അർജുൻ്റെ കുട്ടിക്കും ഭാര്യയ്ക്കൊക്കെ ജോലി കിട്ടുന്നത് എനിക്ക് എതിർപ്പൊന്നുമില്ല. ശ്രുതി നമ്മുടെ മനസ്സിലൊരു തേങ്ങലായിരുന്നു. ശ്രുതിയുടെ ജീവിതം എന്ന് പറയുന്നത് ജോലി കൊടുക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് വിരോധമില്ല. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. ഇവർ മാത്രമല്ല കഷ്ടത അനുഭവിക്കുന്നവർ. അവരെ കണ്ടെത്തുവാനും അവർക്ക് തക്കതായ ഇപ്പം ശ്രുതിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഗവൺമെൻറ് ജോലി അല്ലാതെ എത്രയോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. സർക്കാരിനെ സംബന്ധിച്ച് സാമ്പത്തികമായി സഹായിക്കാം, വീട് വെച്ച് കൊടുക്കാം, നല്ലൊരു ജീവിതം മുന്നിൽ നിന്നും കൊടുക്കാം, അല്ലേ? സർക്കാർ മുൻകൈ എടുത്ത് നല്ലൊരു ജീവിതം ശ്രുതിക്ക് ഉണ്ടാക്കി കൊടുക്കാം. അത് ജോലി മാത്രമല്ല. ഈ ഒരു ജോലി, സർക്കാർ സർവീസിലെ ഒരു ജോലി എന്ന് പറയുന്നത് 100,000 പേരുടെ സ്വപ്നങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ജോലിക്ക് വേണ്ടിയാണ് അലയുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പം നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്നു എന്നിരിക്കട്ടെ, വന്നു കഴിഞ്ഞിട്ട് ഇപ്പം യഥാർത്ഥത്തിൽ ചിലപ്പോൾ 615 ഒരു നമ്പർ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, 510 നമ്മുടെ നമ്പരായിരുന്നിരിക്കട്ടെ. ചിലപ്പോൾ 509 പേരെ നിയമിക്കത്തുള്ളൂ. 509 പേർക്കുള്ള ഇതേ കാണത്തുള്ളൂ. 510 എന്ന് പറയുന്ന കക്ഷിക്ക് 510ാം റാങ്കുകാരന് ജോലി കിട്ടണമെങ്കിൽ 510 ഒഴിവുണ്ട് റവന്യൂ വകുപ്പിലെങ്കിൽ ശ്രുതിക്ക് ഒരു ജോലി കൊടുത്തു കഴിയുമ്പം 509 കുറയുക. അപ്പോൾ 510കാരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജോലി അവസരം നഷ്ടപ്പെട്ടു പോകും, അല്ലേ? അവൻ്റെ എത്രയോ നാളത്തെ സ്വപ്നമായിരിക്കും, അല്ലേ? എത്രയോ നാളത്തെ പ്രതീക്ഷയായിരിക്കും. അതാണ് അവിടെ തകർന്നു പോകുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ ശ്രുതിയേക്കാൾ കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നതായിരിക്കാം ഒരുപക്ഷെ അവൻ, അല്ലെങ്കിൽ അവൾ. അതാണ് ഞാൻ പറഞ്ഞത്. അനേകം പേരുടെ സ്വപ്നമാണ്, അനേകം പേരുടെ സ്വപ്നങ്ങളാണ് ഒരു നിമിഷം കൊണ്ട് സർക്കാരുകൾ തകർത്ത് കളയുന്നത്. ഇങ്ങനെയുള്ളവരെ സഹായിക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹായിക്കണം, 100% സഹായിക്കേണ്ട അത്യാവശ്യം. അത് ജോലി മാത്രമല്ല അതിന്. ഇപ്പം ജിഷയുടെ ഞാൻ പറഞ്ഞില്ലേ, ജിഷയുടെ സഹോദരിക്ക് ജോലി കൊടുത്തു. സഹോദരിക്ക് ജോലി കൊടുത്തിട്ട് അമ്മയെ നോക്കാൻ വേണ്ടിയാണ് കൊടുത്തത്. അവർക്ക് ലക്ഷക്കണക്കിന് രൂപ കിട്ടി എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും അവർ തെരുവോരങ്ങളിൽ ഇങ്ങനെ എന്തൊക്കെയോ വിറ്റ് ജീവിക്കുന്നതായിട്ട് കണ്ടായിരുന്നു ഒരു ചാനലിനകത്ത്. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയാണിത്. ഇപ്പം നാളെ വേറെ ഏതെങ്കിലും മാധ്യമ ശ്രദ്ധ കിട്ടുന്ന ഏതെങ്കിലും അപകടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആരെയെങ്കിലും മാധ്യമങ്ങൾ തീർത്ത് പിടിക്കുകയാണ്. മാധ്യമ ശ്രദ്ധ കിട്ടണം സർക്കാരുകൾ നോക്കണമെങ്കിൽ. അങ്ങനെയുള്ളിടത്ത് വീണ്ടും സർക്കാർ ജോലി വാഗ്ദാനങ്ങളുമായിട്ട് വരുന്നു, ജോലി കൊടുക്കുന്നു. അപ്പം എത്രയോ പേരുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലേ? അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, എനിക്ക് ശ്രുതിയോടോ ജിഷയുടെ സഹോദരിയോടോ അർജുൻ്റെ ഭാര്യയോടോ ഒന്നും പ്രത്യേകിച്ച് ദേഷ്യമില്ല. അവരെ സഹായിക്കേണ്ടതാണ്, അവരെ സഹായിക്കണം. പക്ഷേ അത് ജോലി കൊടുത്ത്, സർക്കാർ സർവീസിൽ നിന്ന് ജോലി കൊടുത്തായിരിക്കരുത് സഹകരണം എന്ന് മാത്രമേ ഞാൻ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ആശ്രിത നിയമനം എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഗതിയുണ്ട്. ഇത് ഗവൺമെൻറ് സർവീസിലുള്ളതാണ്. ഇപ്പം 50 വയസ്സുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ 54 വയസ്സുള്ള ഒരാൾ 55 വയസ്സ് പെൻഷൻ ആകുന്നതിന് മുമ്പ് മരിച്ചുപോയി. ആ ഒരു ആശ്രിതന് നിയമനം കിട്ടും.
നിയമനം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 18 വയസ്സുള്ള ഒരു മകനായിരിക്കും അല്ലെങ്കിൽ മകൾക്കായിരിക്കും ജോലി കിട്ടുന്നത്. ഒരു കൊല്ലം മാത്രം സർവീസ് ഉള്ളവന് വീണ്ടും ഈ 18 വയസ്സുള്ള മകനെ അല്ലെങ്കിൽ ജോലി കൊടുത്തു കഴിയുമ്പം അത്രയും നാളും കൂടെ സർവീസ് കിട്ടുക. എത്ര പേരുടെ സ്വപ്നങ്ങൾ അതുകൊണ്ട് നശിച്ചു പോകുന്നതെന്നറിയില്ല. അതുകൊണ്ട് ആശ്രിത നിയമനം എന്ന് പറയുന്ന അനാവശ്യമായൊരു സംഗതിയാണ് എൻ്റെ നോട്ടത്തിൽ. കാരണം യുവാക്കളുടെയൊക്കെ സ്വപ്നങ്ങളാണ് എത്രയോ ആശ്രിത നിയമനം നടക്കുന്നു. അവരുടേതല്ലാത്ത കാരണത്താലാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലേ. അവരെ സഹായിക്കണം. അപ്പോൾ സഹായിക്കണ്ടേ എന്ന് ചോദിക്കും. സഹായിക്കണം, സാമ്പത്തികമായിട്ട് സഹായിക്കാം, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി സഹായിക്കാം, അങ്ങനെ സഹായിക്കാം. അവിടെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സഹായം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തെ സർവീസ് ഉള്ളവന് കൊടുക്കുന്നത് അവൻ്റെ കുടുംബത്തിന് ഒരാൾക്ക് ജോലി കൊടുത്തു കഴിയുമ്പം ഇവിടെ നഷ്ടപ്പെട്ടു എന്ന് റാങ്ക് ലിസ്റ്റിലുള്ള ഒരാളുടെ നിയമനമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഞാൻ കാഴടിച്ച് വെടിവെക്കുമൊന്നുമല്ല. ചില നഗ്നമായ സത്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് മാത്രം അറിയുക. എതിർ കമൻറ്റുകളൊക്കെ കാണാം, നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.